കല്യാണി ഉടനെ തന്നെ മരിച്ചു. ആശുപത്രിയിൽ വെച്ച് തന്നെ ഗുരുതര നിലയിലാവുന്ന കല്യാണിക്ക് മരണം സംഭവിക്കുകയാണ്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം സരയുവിനെ കിരൺ തന്നെ താലികെട്ടി ഭാര്യയാക്കുകയാണ്. കിരണിൻ്റെയും സരയുവിൻ്റെയും രണ്ടാം വിവാഹം നടക്കുന്നു. അവർ ഒന്നിക്കുന്നു. സരയുവിൻ്റെ ചതിയിലൂടെയാണ് കിരണും അതുപോലെ തന്നെ സരയുവും ഒന്നിക്കുന്നത്. കിരണിൻ്റെയും കല്യാണിൻ്റെയും കുഞ്ഞായ കല്ലുമോനെ നോക്കാൻ ഇനി ആരുമില്ലെന്നും അവന് കൂട്ടായി ഒരു അമ്മ വേണമെന്നുമുള്ള ചിന്തയിലായിരുന്നു സരയുവിനെ തന്നെ കല്യാണം കഴിക്കാൻ. അങ്ങനെ കിരൺ തീരുമാനിക്കുന്നത് സരയു ഇപ്പോൾ നല്ലവളായെന്നും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനും അവൾക്കും ഒരു ആശ്രയമാകുമെന്നും കരുതിയായിരുന്നു കിരൺ സരയുവിനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ സരയുവിൻ്റെ ആഗ്രഹം പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. രാഹുലിലൂടെ സരയു നടത്തിയ ചതി കിരൺ തിരിച്ചറിയുന്നുമില്ല. എന്തായാലും കല്യാണിയെ തീർക്കാൻ സരയുവാണ് രാഹുലിനോട് പറഞ്ഞതെന്നറിയാതെയായിരുന്നു കിരൺ ഈ പ്രവൃത്തി ചെയ്യുന്നതും.